നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളുമൊക്കെ കാണാറും ഭക്ഷിക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നിക്കുന്ന കുറച്ച് ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചാണ്. സെഞ്ച്വറി എഗ്ഗുകൾ. സാധാരണയായി ഒരു മുട്ട കഴിക്കാനായി പുറത്തെടുത്ത് വച്ചാൽ അത് കുറച്ച് മണിക്കൂർ ഒക്കെ കഴിയുമ്പോൾ അത് കേടാവും. പിന്നീട് അത് കഴിക്കാനും പറ്റില്ല. പക്ഷേ ഈ മുട്ടകൾ വർഷങ്ങൾ കഴിഞ്ഞും അവർ ഭക്ഷിക്കുന്നു. ചൈനീസ് പാചകരീതിയിൽ സംസ്കരിച്ചെടുക്കുന്ന ഒരു വിഭവമാണ് ഇത്. ഉപ്പുവെള്ളം, ചുണ്ണാമ്പ്, ചാരം, ഉണക്കിയ ചെടികൾ എന്നിവയിൽ മുട്ടകൾ കുഴിച്ചിടുകയും കുറച്ച് ദിവസം സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിലൂടെ മുട്ടയുടെ മഞ്ഞക്കരു ഇരുണ്ട പച്ച കലർന്ന നിറത്തിലും വെള്ളക്കരു ജെല്ലി പോലെയും മാറുന്നു. ശക്തമായ സുഗന്ധവും അമോണിയയുടെ ഗന്ധവുമാണ്. സെഞ്ച്വറി എഗ്ഗുകൾ സൂപ്പുകളിൽ ചേർക്കുകയോ വറുക്കുകയോ ഒക്കെ ചെയ്യുന്നു. നമ്മൾ എല്ലാവരും വൈൻ കുടിക്കാറുണ്ടല്ലോ. അത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കറിയാം. കൂടുതലായും മുന്തിരിയോ ആപ്പിളോ ഒക്കെ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കാറുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വൈൻ ഗ്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് വച്ചാൽ നിങ്ങൾക്ക് അത് കുടിക്കാൻ കഴിയുമോ? എലികളുടെ സാരാംശം കലർന്ന ഒരു തരം ചൈനീസ് മദ്യമാണ് മൗസ് വൈൻ. ധാന്യങ്ങളുടെയും മദ്യത്തിൻ്റെയും മിശ്രിതത്തിൽ ചെറിയ എലി കുഞ്ഞുങ്ങളെ കൂടി നിക്ഷേപിച്ചാണ് ഇത്തരത്തിൽ ഒരു വൈൻ തയ്യാറാക്കുന്നത്. ഈ വൈനിന് സാധാരണ വൈനുകളെക്കാൾ അതിശക്തമായ പുളിപ്പാണ്. ഈ വൈൻ കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ വേദന, നീര്, ശരീരവീക്കം ഒക്കെ കുറക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ നിർമ്മാണവും ഉപഭോഗവും മൃഗക്ഷേമ ഗ്രൂപ്പുകൾക്കും ആരോഗ്യ വിദഗ്ധർക്കും ഇടയിൽ ആശങ്കകൾ ഉയർത്താറുണ്ട്. കാലെ പാച്ചെ എന്നത് ആടിൻ്റെ തലയും കാലുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പരമ്പരാഗത പേർഷ്യൻ സ്റ്റ്യൂ ആണ്. തല, കാലുകൾ, നാക്ക്, തലച്ചോർ, കണ്ണുകൾ, ചിലപ്പോൾ വയറുപോലുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഹാർഡി സ്റ്റ്യൂ തയ്യാറാക്കുന്നത്. മാംസം മൃദുവാകുന്നതുവരെ നിരവധി മണിക്കൂറുകൾ ഇവയെ വേവിക്കുന്നു. ഇറാനിലും മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഭാഗങ്ങളിലും കാലെ പാച്ചെ സാധാരണയായി പ്രഭാതഭക്ഷണമായി ഉപയോഗിക്കുന്നു. പുതിയ അപ്പം, നാരങ്ങ നീര്, വെളുത്തുള്ളി, പുതിന എന്നിവ പോലുള്ള സസ്യങ്ങൾ എന്നിവയോടൊപ്പം ഇത് വിളമ്പുന്നു. പേർഷ്യൻ പാചകരീതിയിൽ ഇത് ഗണ്യമായ സാംസ്കാരിക പ്രാധാന്യം വഹിക്കുന്നു. സാമൂഹിക സംഗമങ്ങളിലും ശൈത്യകാലത്തെ ആശ്വാസകരമായ ഭക്ഷണമായും ഇത് പലപ്പോഴും വിളമ്പുന്നു. കസുമാർസോ. ഇത് ഒരു സാർഡീനിയൻ ആടിൻ്റെ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പരമ്പരാഗത ചീസാണ് ഇത്. ഈ ചീസിൽ ജീവനുള്ള പ്രാണികളുടെയും പുഴുക്കളുടെയൊക്കെ ലാർവകൾ അടങ്ങിയിട്ടുണ്ട്. പെക്കോറിനോ എന്ന മറ്റൊരു ചീസിൽ ലാർവകളെ കടത്തിവിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ലാർവകൾ ചീസ് ഭക്ഷിക്കുകയും അതുവഴി പുളിപ്പിക്കൽ പ്രക്രിയ വർദ്ധിപ്പിക്കുകയും മൃദുവും പുളിരസമുള്ളതുമായ ഒരു ചീസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കാസുമാർസു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല രാജ്യങ്ങളിലും വിൽക്കാൻ നിയമവിരുദ്ധമാണ്. കാരണം ഈ ലാർവകൾ മൂലം വയറിളക്കം ഉണ്ടാകാനും ദഹനനാളത്തിന് കേടുപാടുകൾ വരുത്താനും സാധ്യതയുണ്ട്. ഷീപ്പ് ഐ ബോൾ ജ്യൂസ്. പേര് പറഞ്ഞ പോലെ ആടുകളുടെ കണ്ണ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. മംഗോളിയൻ പരമ്പരാഗത പാനീയമാണ് ഷീപ്പ് ഐ ബോൾ ജ്യൂസ്. ഇതിന് ഔഷധഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പലപ്പോഴും തലവേദനയും ഹാങ് ഓവർ ഒക്കെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. ഈ കോമ്പിനേഷൻ ചിലർക്ക് അരോചകമായി തോന്നുമെങ്കിലും മംഗോളിയയിലെ ജനപ്രിയവും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ഒരു പാനീയമാണിത്.